ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ആര്യലക്ഷ്മിയുടെ കല്യാണത്തിന് റിസപ്ഷന് പോയതാട്ടോ. അപ്പോൾ ചെക്കനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വ്ളോഗ് ചെയ്യാനായിട്ട് ഒരു പ്ലാനും എനിക്ക് ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം അമ്മ വ്ളോഗ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കല്യാണത്തിന് വിശേഷങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഒട്ടിയോർത്തി ചെന്ന് കേട്ടോ. അപ്പോൾ അമൃതയുണ്ട്, അദ്ദേഹം എൻ്റെ ഇവിടെ ആയിട്ടാണ് വന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ആര്യ കാണാൻ വേണ്ടിയിട്ട്. ആര്യ അടുത്ത സാരി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് ഈ രഹസ്യമായിട്ട് പറയുന്ന അവർക്കൊരു സർപ്രൈസ് ഉണ്ടെന്നാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡാൻസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അറിയാതെ കേട്ടോ ചെയ്തത്. ഇതെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവളോട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ചടങ്ങ് പ്രകാരം ഇവർ രാവിലെ ഒരു സാരി ഉടുക്കും, പിന്നെ കല്യാണത്തിന് മുന്നേ ഇവർ വേറൊരു സാരി ഉടുക്കും. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാട്ടോ നടക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ആര്യെ നോക്കി അവിടെ ഇങ്ങനെ കമൻറ്റൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. കാരണം ഞങ്ങൾ ഈ ഡാൻസ് പ്രത്യേകിച്ച് നന്നായിട്ടൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ പെണ്ണിൻ്റെ എൻട്രി ആയി കേട്ടോ. ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചിരിച്ച് ചാവും. അങ്ങനെ ഞാൻ മുകളിലേക്ക് ചെന്നോട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ നിന്നിടത്തോട്ട് ചെന്നിട്ട് കല്യാണ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവളുമാർ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നോട്ടോ ഡാൻസിൻ്റെ. പക്ഷെ അത് എനിക്ക് മനസ്സ് വരുന്നില്ല അത് ആഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ കുറേ പേരൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവരും ജോലി തിരക്കൊക്കെ ആയിട്ട് പല സ്ഥലത്താണ്, പല ജില്ലകളിലാണ്. അതാണ് പ്രത്യേകത. അപ്പം അതിനിടയ്ക്ക് വേറൊരുത്തി മുങ്ങി എന്നെ ചതിച്ചു. അവൾ കാണിച്ചു തരാം. അല്ല, അത് പിന്നെ സമയമൊക്കെ പോയ അങ്ങനെ നമ്മുടെ ആര്യയുടെ കല്യാണം കഴിഞ്ഞു കേട്ടോ. ഇവരുടെ ഒരു 10 വർഷത്തെ റിലേഷനായിരുന്നു. സ്കൂൾ ടൈം തൊട്ടേ ഉള്ളതാട്ടോ. ജ്യോതിഷിനെ നമുക്ക് പണ്ട് തൊട്ടേ അറിയാം. ആര്യ എൻ്റെ കൂടെ ചെറുതിലേ തൊട്ടേ പഠിച്ചതാട്ടോ. പ്ലസ് 1 പ്ലസ് 2 ഞങ്ങൾ ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു. അങ്ങനെ നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. നല്ല വിശന്നിട്ട് വയ്യായിരുന്നു. റോഷിൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും എൻ്റെ കൂടെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതാണ്ടേ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കോയിക്കൽ പഠിച്ചതാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം കാണുന്നവരുണ്ട്. പിന്നെ റസീനാണ് ആദ്യം കല്യാണം കഴിച്ചത്. അവൾക്ക് 2 കുട്ടികളൊക്കെ. അങ്ങനെ അവസാനം 3ാമത്തെ പന്തിയിലാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയത്. അവിടെ നിന്നതൊക്കെ ഞങ്ങൾ വെറുതെ ആയിരുന്നു. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. 3ാമത്തായിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ നല്ല വിശപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ആദ്യമേ ഓടി വന്നത് നല്ല വിശപ്പുണ്ടായിട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടില്ല. നല്ല തിരക്കുണ്ടായിരുന്നു കല്യാണത്തിന്. അങ്ങനെ ഓരോ കറികൾ വന്ന് കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ജ്യോതിഷിൻ്റെ ഫ്രണ്ട്സും വൈഫൊക്കെ ആയിട്ട് വന്നവരൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ അവരിങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വക ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ റെസ്റ്റിംഗ് മൂഡിലാണ്. അവൾ പോകുന്നത് വരെ ഞങ്ങൾ നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏത് ഫ്രണ്ട്സിൻ്റെ കല്യാണം കഴിഞ്ഞാലും അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാറുള്ളൂ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നാൾക്ക് ശേഷം കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ പറിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കസേരയിലേക്ക് വന്നിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെണ്ണും ചെക്കനും കഴിക്കാനൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരുപാട് സമയമുണ്ട് അവൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് 3:30-4 മണി അടുപ്പിച്ചാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി വന്നപ്പോൾ അവൾ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഇട്ട് ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല. ഞങ്ങളിങ്ങനെ ഗോസിപ്പൊക്കെ പറഞ്ഞ് കുറേ നാളത്തെ കഥകളും ഓരോ വർക്ക് പ്ലേസിലെ കാര്യങ്ങളും പലരും പല സൈഡിലേക്കാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചർച്ചയാണ്. അങ്ങനെ ആര്യ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ്. പക്ഷേ നമുക്ക് ഈ ഫ്രണ്ട്സിൻ്റെ കല്യാണം കഴിയുമ്പോൾ ഒരു വിഷമമല്ലേ. ഇവരെ വീണ്ടും കയറ്റി ഇറക്കുന്നതാണ് കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സൊക്കെ അവർക്ക് വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇവള് കരയുന്നതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഏത് ഫ്രണ്ട്സിൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു വിഷമമാണ്. എനിക്കറിയില്ല എന്തിനാണ് ഞാനിങ്ങനെ വിഷമിക്കുന്നത്. പിന്നെ ഇവൾ എൻ്റെ വീടിനടുത്തേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ അടുത്തടുത്താണ്. ഇവളുടെ വീട് കേരളപുരമാണെങ്കിലും ജ്യോതിഷിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ കാണുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകണവരും അങ്ങനെ ബിസിയൊക്കെയാണ്. അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും കാണുമായിരിക്കും. ഇപ്പോൾ കല്യാണത്തിന് ബിസിയും പിന്നെ അവൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും. നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുക കേട്ടോ. ആര്യയുടെ അച്ഛൻ കരഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കരഞ്ഞു. ആ കരഞ്ഞ വീഡിയോഗ്രാഫറിന് കിട്ടി കാണും. ഭയങ്കര വിഷമമായി. ഞങ്ങൾക്ക് ഭയങ്കര ഫീലായി. ആര്യയുടെ അച്ഛന് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ പുള്ളി കരഞ്ഞപ്പോൾ ഞങ്ങൾക്കും അങ്ങ് വിഷമമായി. അവൾ മാക്സിമം പിടിച്ച് നിൽക്കുകയാണ്. ചേച്ചിയുടെ മോനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അവളുടെ ചേച്ചിയുടെ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. 2 ദിവസം മുന്നേ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കരയത്തൊന്നുമില്ല, കുഞ്ഞ മോനിന് ഞാൻ എന്തിനാണ് കരയുന്നത്. ഭയങ്കര നിലവിളിയായിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ അവൻ നല്ല കരയുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാമല്ലോ, ലാസ്റ്റ് കാണിക്കുന്നുണ്ട്.
അങ്ങനെ അവൾ പോവാണ്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ജോഷിൻ്റെ വീട്. നമ്മൾ കരിക്കോട് തന്നെയായിരുന്നു കല്യാണം, MMK വെച്ചിട്ടായിരുന്നു. അപ്പോൾ കൊല്ലത്തുള്ളവർക്ക് ഈ സ്ഥലമൊക്കെ പറയുമ്പോൾ മനസ്സിലാവും, അല്ലാതെ വീഡിയോസ് കാണുന്നവർക്ക് ഇത് ഈ സ്ഥലമൊന്നും പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. നമ്മളുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ 5 മിനിറ്റ് പോലും ദൂരം ഇല്ല വീട്ടിലേക്ക്, ജോഷിൻ്റെ വീട്ടിലേക്ക്, ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെ വരുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ട്. പണ്ട് തൊട്ടേ ഞാൻ പറയും, നീ കല്യാണം ഇനി നമ്മുടെ വീടിനടുത്തോട്ടാണ് വരുന്നതെന്ന്. അങ്ങനെ അവർ പോയി കേട്ടോ. ഇനി ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരത്തെ വന്ന കേട്ടോ, ഒരു 10:30 മണിക്കെന്തോ വന്നതാണ്. ഇപ്പോൾ സമയം 4 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ദാവം ഭയങ്കര നിലവിളിയാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോൾ നീതു പറഞ്ഞു നമുക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഒരു ജ്യൂസ് ഷോപ്പിലോട്ട് കയറി കേട്ടോ, ജ്യൂസ് ഷോപ്പിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ജ്യൂസൊക്കെ പറഞ്ഞു. ഞാൻ ലൈം സോഡ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ജ്യൂസ് വന്നപ്പോൾ അതിൽ സ്ട്രോ ആരൊക്കെ യൂസ് ചെയ്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് അതിൽ ചുമ്മാ അമൃതയെ വെട്ടം കറക്കി അവസാനം അവളതൊക്കെ വെച്ച് കുടിച്ചു. സ്റ്റാറ്റസിലെങ്ങാനും ഇത് വന്നു നിനക്ക് വ്ലോഗ് ഇടാം. നമ്മൾ സ്റ്റാറ്റസ് ഇട്ടാൽ മൊത്തം കൊട വേറെ ഞാൻ മെൻഷൻ ചെയ്ത് ആരോ മാർക്ക് കൂടി പിന്നെ ഞാനും ആദ്യതയും കൂടെ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. തലേന്ന് അവൾ വീട്ടിൽ സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇനി അവളെ കൊണ്ടാക്കാനായിട്ട് പോകുന്ന വഴിക്കാണ് അവൾ പറഞ്ഞത്, എടി ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ നമുക്കൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ JSMൽ ഒന്ന് കയറി കേട്ടോ കേക്ക് വാങ്ങാനായിട്ട്. അങ്ങനെ കേക്ക് സെലക്ട് ചെയ്ത് കേക്കിൽ പേരൊക്കെ എഴുതി ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുകയാണ്. ചേട്ടൻ വീട്ടിലുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. എന്നാൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്കെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാമെന്നുള്ള രീതിക്കാണ് ഞങ്ങൾ വാങ്ങിയിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ബർത്ത്ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോയോന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇവൾ ഇന്ന് തന്നെ തിരിച്ചു പോയിട്ട്, അവൾ എറണാകുളമാണ് വർക്ക് ചെയ്യുന്നത്, നീതു ആണെങ്കിൽ കോഴിക്കോടാണ്. അമൃത ഇങ്ങനെ സ്ഥലം മാറിക്കൊണ്ടേയിരിക്കും. അവളുടെ ജോലി അങ്ങനെയാണ്, അവൾ MSW ആണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നേരെ അദ്വൈതയുടെ വീട്ടിൽ വന്നു. അവിടുന്ന് മിക്സർ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ കുറേ നേരം ആൻറ്റിയായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഗോസിപ്പൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കഥകൾ തീരത്തില്ല കേട്ടോ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. രാത്രി 4 മണിക്ക് എന്താണ് ഉറങ്ങിയത്. അതുകൊണ്ട് അന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞങ്ങൾ കഥകൾ പറഞ്ഞു 4 മണിയായിട്ടോ. അവൾ ഇന്നലെ 9:30 വന്നതാണ് രാത്രി. അങ്ങനെ കേക്കൊക്കെ എടുത്ത് വെച്ചു. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ കുളിക്കാൻ പോയ സമയത്ത് നമ്മൾ കേക്കൊക്കെ എടുത്ത് വെച്ചു. ചേട്ടൻ ദാ പറയുന്നതിന് മുമ്പ് ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. ഞങ്ങളൊന്ന് പാട്ട് പാടാൻ പോലും ഉള്ള സമയം ചേട്ടൻ നമുക്ക് തന്നില്ല. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങി കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോർ മോർ. ബൈ.